അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ആവശ്യവുമായി എത്തിയ കുഞ്ഞിന്റെ വീഡിയോയിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അങ്കണവാടിയുടെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എവിടെ? അങ്കണവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശംഖുവിനും, പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നൃപൻ, ശംഖുവിനും കൂട്ടുകാർക്കും ബിരിയാണിയും പൊരിച്ച കോഴിയും കിട്ടുമെന്ന് തന്നെയാണോ മന്ത്രി പറഞ്ഞു വെക്കുന്നത്? ഏത് രീതിയിലാണ് അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് മന്ത്രി സംസാരിച്ചത്? വിനിഷ, ദേവികുളം താലൂക്കിലെ 1-ാം നമ്പർ അംഗൻവാടിയായിട്ടുള്ള അംഗൻവാടിയിലെ വിദ്യാർത്ഥിയാണ് ശംഖു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന പ്രജുൽ സുന്ദർ എന്ന വിദ്യാർത്ഥി. അവൻ ഈ അമ്മയോട് പറയുന്നതാണ് അംഗൻവാടിയിൽ ഉപ്പുമാവ് മാത്രമാണ് പോരാ, പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന കാര്യം. ഇത് അമ്മ തന്നെയാണ് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഇത് പുറത്തു വന്നത്. ഈ അമ്മയെയും ഒപ്പം തന്നെ അംഗൻവാടിയിലെ ടീച്ചർമാരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. വീണ ജോർജ് പറയുന്നത്, നിലവിൽ മുട്ടയും പാലും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അംഗൻവാടിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ശംഖു എന്ന ഓമനപ്പേര് വിളിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ അടക്കമുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഭക്ഷണ ക്രമീകരണം, ഈ നിലവിലുള്ള ഉപ്പുമാവിന് പകരം മറ്റു ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം, മെനു പരിഷ്കരിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഒറ്റശ്ശേഖരമംഗലം പഞ്ചായത്തിലെ അംഗൻവാടിയിലെ പരിപാടിയിൽ മന്ത്രി പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴും ഇത് ആവർത്തിച്ചു പറഞ്ഞു. മന്ത്രി ഇത് വ്യക്തമായി നോൺ വെജ് വിഭവങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ മറ്റു ചില ഫുഡ് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ന്യൂട്രീഷന്മാരുടെ അടക്കം വരുന്ന അംഗീകരിച്ചിട്ടുള്ള മെനു ആണ് നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളുടെ പരിശോധന കൂടി നടത്തുന്നുണ്ട്. പക്ഷെ ഗൗരവമായി പരിഗണിക്കുന്നത് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന മെനു പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിഭവങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി നൽകിയ ഉറപ്പ്. അത് പരിഷ്കരിക്കുന്നു. ശംഖു അടക്കമുള്ള എല്ലാ അംഗൻവാടിയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു പുതിയ അറിയിപ്പായി മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഗൗരവത്തോടെ പരിഗണിക്കുന്നു, മെനു പരിഷ്കരിക്കും എന്ന പ്രഖ്യാപനമാണ് മന്ത്രി ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ മുഖവരിയായി പറഞ്ഞതുപോലെ ശംഖു എന്ന പ്രജുൽ സുന്ദർ എന്നാണ് ആ മിടുക്കനായ വിദ്യാർത്ഥി അമ്മയോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ വൈറലായിട്ടുള്ളത്. അതിൽ അമ്മയെയും ഒപ്പം തന്നെ അംഗൻവാടിയിലെ ടീച്ചർമാരെയും മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക്, പരിഷ്കരിക്കുന്ന ഒരു നയത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന അറിയിപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. വിനീഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കും. അടുത്തു തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരാവശ്യം പരിഗണിച്ചാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഉറപ്പ്. കുട്ടി ശംഖുവിനും കൂട്ടുകാർക്കും ഇനി ഭക്ഷണ മെനുവിൽ മാറ്റം വരും. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.